നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും പലതരം അച്ചാറുകളും കേട്ടിട്ടുണ്ട്, ഇതിപ്പോൾ എന്തോ ഒരു റൊമാൻറ്റിക് അച്ചാറെന്നല്ലേ? നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു ഐറ്റം വെച്ചാണ് ഇന്ന് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഈ പേരെങ്ങനെ വന്നെന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ റെസിപ്പി നോക്കാം. പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കഴുകി ചീവി വൃത്തിയാക്കി എടുത്ത് ഇടത്തരം 3 മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ എണ്ണയിൽ ചെറുതായി ഒന്ന് വറുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ, 8-10 അല്ലി വെളുത്തുള്ളി, എരിവിനാവശ്യത്തിന് പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഇനി കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക്, ഇതെല്ലാം നന്നായി ഇളക്കി എണ്ണയിലിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി. ഇനി ഈ പൊടികളെല്ലാം നന്നായി മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഈ പുളിവെള്ളമൊക്കെ ഈ മസാലയിൽ നന്നായി പിടിച്ച് ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കടുക് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്, ഇനി അതും ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇനി ആദ്യം വറുത്ത് വെച്ച മുരിങ്ങയ്ക്കായും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇനി എരിയും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ച് തീ ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം ഇതുപോലൊരു ഭരണിയിൽ അടച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.